നമസ്കാരം. ശീലങ്ങൾ ഒരാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു. നല്ല ശീലങ്ങൾ സ്വായത്തമാക്കുന്നവർ നന്മ നിറഞ്ഞ ലോകത്തെ നിർമ്മിക്കുകയാണ്. ചീത്ത ശീലങ്ങളുടെ അടിമകളാകുന്നവർ ഒരു വ്യക്തിത്തെയും സമൂഹത്തെയും നാശത്തിന്റെ നരകുഴിയിലേക്ക് മാറി വിളിക്കുന്നവരാണ്. ഭീകരമായ ദുശീലമാണ് ലഹരി. ലഹരിക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിനായി ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ദേവോത്തൻ കേസിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാന്യപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാന്യരായ പാർലമെന്റ് അംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. മാനവികതയുടെ മഹത്വത്തിന് മാരകമായ മുറിവേൽപ്പിക്കുന്ന ലഹരിയുടെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യചേതനയെ മടക്കി വിളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1987 ഡിസംബർ 7 ചേർന്ന UN സമ്മേളനത്തിൽ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചത്. ലഹരി മുക്തമായ ലോക സമൂഹം എന്ന സുന്ദര സ്വപ്നം യാഥാർത്ഥ്യമാക്കുക ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നു. മദ്യവും മയക്കുമരുന്നും പുകവലിയും ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെയാണ് തകർക്കുക. ലഹരിക്കടിമപ്പെട്ട് വ്യക്തിത്വം ശിഥിലമായ വ്യക്തികളുടെ കൂത്തരങ്ങായി മാറുന്നുണ്ട് ഇന്ന് പല വിദ്യാലയങ്ങളിലും. വിദ്യാർത്ഥികളെ കുരുക്കിലാക്കാൻ ലഹരിയുടെ ചൂണ്ടയുമായി വിദ്യാലയങ്ങളുടെ പല പരിസരങ്ങളിലും ഇരിക്കുകയാണ് ലഹരി മാഫിയ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പല വിദ്യാലയ പരിസരങ്ങളിലും ലഹരി വിൽപ്പന കൊഴുക്കുന്നു. വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ പരീക്ഷിച്ചു നോക്കുന്നു. ലഹരി ആരെയും വിജയിപ്പിച്ചിട്ടില്ല. ലഹരിക്ക് അടിമയ്ക്കാവുന്നവർ നശിക്കുകയേ ഉള്ളൂ. നന്നായി പഠിക്കുവാൻ ഉറച്ച ലക്ഷ്യബോധത്തോടെ മുന്നേറുവാൻ കൊതിക്കുന്നവർ ലഹരിയെ അകലേക്ക് എറിയുക. ലഹരി മുക്തമായ വീട്, ലഹരി മുക്തമായ ക്ലാസ്, വിദ്യാലയം, ലഹരി മുക്തമായ ലോകം, ഈ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യാം. വിദ്യാലയങ്ങളെയും നമ്മുടെ ഭാവി തലമുറയെയും ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാനുള്ള ഈ പ്രയത്നത്തിൽ ഒരുമയോടെ നിൽക്കാനുള്ള ഈ പ്രമേയം ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. നന്ദി. പ്രതിപക്ഷത്തിന് ഈ അവസരത്തിൽ അഭിപ്രായം പറയാം. ബഹുമാനിയായ സ്പീക്കർ, ബഹുമാനിയായ മുഖ്യമന്ത്രി, ബഹുമാനിയായ പാർലമെന്റ് അംഗങ്ങളെ, നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉയർന്നു വരുന്ന ലഹരിയുടെ ഉപയോഗവും അവ കാർന്നു വരുന്ന യുവതലമുറയും വിവിധ മാധ്യമങ്ങളിലൂടെ നമുക്ക് സുപരിചിതമാണ്. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബഹുമാനിയായ നമ്മുടെ മുഖ്യമന്ത്രി ലഹരി വിരുദ്ധ പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ സമൂഹത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ആയതിനാൽ ഈ ലഹരി വിരുദ്ധ പ്രമേയത്തെ പ്രതിപക്ഷം ശക്തമായി തന്നെ പിന്താങ്ങുമെന്ന് അറിയിക്കുന്നു. ഇരു കക്ഷികൾക്കും മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തോട് യോജിക്കുന്ന എങ്കിൽ കൈയടിച്ച് പാസാക്കാം. ലഹരിക്കെതിരെയുള്ള ഈ പ്രമേയം ഇരു കക്ഷികൾക്കും ഐക്യകണ്ഠേന യോജിച്ചതിനാൽ ഈ പ്രമേയം പാസാക്കിയതായി പ്രഖ്യാപിക്കുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുന്നതിനായി ബഹുമാനായ എക്സൈസ് മന്ത്രി ശ്രീ ആൽബിൻസ് ജോയ് ക്ഷണിക്കുന്നു. മാനവരാശിയെ തകർക്കുന്ന മാനക വിപത്താണ് മയക്കുമരുന്നെന്ന യാഥാർത്ഥ്യം ഞാൻ
जन मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता।